പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മുംബൈയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിക്കുകയാണ്. എങ്ങനെയാണ് മാനസികമായുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൃഷിന്റെ മുന്നിൽ. അതിനു വേണ്ടിയുള്ള എല്ലാ അടവും പയറ്റി നോക്കുന്നുവെങ്കിലും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി പൊളിയുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൃഷിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ അടുത്തു വരികയും ചെയ്യുന്നു. ഇതിനിടയിൽ കൺമണിയുടെ വിവാഹകാര്യം പുറത്തു വന്നതിനെ തുടർന്ന് കൃപയ്ക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന അവർ നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാകണം എന്ന് കൺമണിയോട് പറയുകയും ചെയ്യുന്നു. കൺമണിയും ഇതേ തുടർന്ന് ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃപ വിവാഹം കഴിഞ്ഞാൽ വീണ്ടും ജോലിക്ക് വരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞാൻ ജോലിക്ക് എന്തായാലും വരുമെന്ന് വ്യക്തമാക്കുന്ന കൺമണി വിവാഹവും ജോലിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് അറിയിക്കുകയും ജോലി തനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവുകയില്ല, ഞാൻ ജോലിക്ക് എന്തായാലും വരും എന്ന് വ്യക്തമാക്കുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൃപയ്ക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് കൃപ കൺമണിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. അവിടേക്ക് കൊണ്ടുപോകാൻ തനിക്കും സന്തോഷമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുന്ന കൺമണി കൃപ ധൈര്യമായി തൻ്റെ വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ വളരെയധികം സന്തോഷത്തോടെ കൃപയെയും കൊണ്ട് കൺമണി വീട്ടിലേക്ക് എത്തുന്നു. കൃപ കൺമണിയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ തുടർന്ന് ഇതോടെയാണ് ധനലക്ഷ്മിയെ പരിചയപ്പെടാൻ ഇടയാകുന്നത്. ഇത് ഞെട്ടിച്ചു കളയുകയാണ് കൃപയെ. കൃപ വന്നതിനെ തുടർന്ന് അമിതമായ സ്നേഹം ധനലക്ഷ്മി കാണിക്കുകയും വളരെ കൂടുതൽ വിനയം അഭിനയിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന കൃപയ്ക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ്. ഇതോടെ കൃപ ധനലക്ഷ്മിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയായി കൺമണിയോട്. ഇത് കേൾക്കുന്ന കൺമണി ധനലക്ഷ്മി അങ്ങനെയാണ് എന്നും തൻ്റെ ഏട്ടനായ മനോജിന്റെ ഭാര്യയാണ് ധനലക്ഷ്മി, പക്ഷേ ഞങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹമൊന്നുമില്ല, ഇതെല്ലാം അഭിനയം തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന കൃപ തനിക്കും അങ്ങനെ തോന്നിയെന്ന് പറയുകയും വെറും പൊള്ളയായ അഭിനയം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അത്ര സമയമൊന്നും എടുക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് കൺമണി വരയ്ക്കുന്ന ഡ്രോയിങ്ങുകളെ പറ്റി അറിയാനിടയാകുന്നത്. വളരെ ഗംഭീരമായി തന്നെ സൂപ്പർ കൺമണി വരയ്ക്കുമല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് വരയ്ക്കുന്നതിന് പണ്ട് മുതലേ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എല്ലാം ഞാൻ പഠിച്ചെടുത്തത്. എനിക്ക് വരയെന്ന് വെച്ചാൽ ജീവിതം പോലെ തന്നെയാണ് എന്നും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാറില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്നാണ് പുതിയ ഡ്രോയിങ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഒടുവിൽ താൻ വരച്ച ഡിസൈനുകളെല്ലാം കൺമണി സന്തോഷത്തോടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കുകയാണ് കൃപ ചെയ്യുന്നത്. ഈ കാര്യം കൺമണി നോട്ടീസ് ചെയ്യുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കുന്നില്ല. ഇതേ തുടർന്ന് അമ്മായിമാരെയും പരിചയപ്പെടാൻ ഇടയാകുന്നു. കമ്പനിയിലെ മുതലാളിയുടെ മകളെ ആർക്കാണ് അറിയാത്തത് എന്ന് ചോദിക്കുന്ന അമ്മായിമാർ കൃപ വന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. കൃപമോൾക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുകയും കൺമണിയുമായുള്ള സൗഹൃദം അത്ര നല്ലതൊന്നും അല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ
വീട്ടിലെ അവസ്ഥ ഏറെക്കുറെ മനസ്സിലായിരിക്കുകയാണ് കൃപയ്ക്ക്. ഇതേ തുടർന്ന് കൃപ ഗോകുലിനെയും പരിചയപ്പെടുന്നു. ഇതിനിടയിലാണ് ഗോകുലിന്റെ കയ്യിൽ നിന്ന് അന്ന് കണ്ണനെ ഡിസൈൻ ചെയ്ത ഡിസൈനിന്റെ വീഡിയോ കാണാൻ ഇടയാകുന്നത്. ഇതോടെ അതിന്റെ ഒരു കോപ്പിയും കൃപ സെൻഡ് ചെയ്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഈ കാര്യം കൺമണിയാണെങ്കിൽ അറിയുന്നുമില്ല. ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന കൃപ കൃഷിനോട് കൺമണിയെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. ഇത് കേൾക്കുന്ന കൃഷ്, എനിക്ക് അവളെ പറ്റി കേൾക്കുന്നതേ ഇഷ്ടമല്ല, പിന്നെ നീ എന്തിനാണ് വീണ്ടും വീണ്ടും എന്നോട് വന്ന് കൺമണി സൂപ്പറാണ്, കൺമണി സൂപ്പറാണ് എന്ന് പറയാൻ നിൽക്കുന്നത്? എനിക്ക് ആ പെണ്ണിനെ കാണുമ്പോൾ തന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമാണ് മനസ്സിൽ വരുന്നത്. അത്ര മോശം സ്വഭാവമാണ് അവളുടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിനെ തുടർന്ന്, അങ്ങനെയൊന്നുമല്ല കൃഷേ, അവൾ അടിപൊളിയായി ഡിസൈൻ ചെയ്യും. ആ, അവളുടെ ഡിസൈനിങ് ഒക്കെ ഞാൻ കണ്ടതാ. കോമ്പറ്റീഷനിൽ അമ്പേ പരാജയമായിരുന്നു. മര്യാദയ്ക്കൊന്ന് വരയ്ക്കാൻ പോലും അറിയാത്തവൾ. ഇത് കേൾക്കുന്ന കൃപ, അതെങ്ങനെ ശരിയാകും? ഞാനിന്ന് അവളുടെ വീട്ടിൽ പോയി കണ്ടതാണ് കാര്യങ്ങൾ. ഓ, ഞാനും പോയതാ അവളുടെ വീട്ടിൽ. അവിടെയൊന്നും വലിയ കാര്യമായ ഡ്രോയിങ്സ് ഒന്നുമില്ല. ഉള്ള ഡ്രോയിങ്സ് അത് അവൾ വരച്ചത് പോലുമല്ല, വേറെ ആരോ വരച്ചു കൊടുത്തതാണ്. അങ്ങനെയല്ല കൃഷ്, നോക്ക് ഈ മൊബൈലിലേക്ക് എന്ന് പറഞ്ഞ് തൻ്റെ മൊബൈലിലുള്ള വീഡിയോസും ഫോട്ടോസും കാണിച്ചു കൊടുക്കുന്നു. ഈ ഫോട്ടോസ് കണ്ടതിനെ തുടർന്ന് കൃഷാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഈ ഡിസൈൻ ആര് ചെയ്തതാണെന്നാ പറഞ്ഞത്? ഇത് കൺമണി തന്നെ. കണ്ടില്ലേ, കൺമണി ഇത് വരയ്ക്കുന്ന വീഡിയോ വരെയുണ്ട്. ഓടിയൊന്നും നുണ പറയാതെ ഇത് കൺമണി ചെയ്ത ഡിസൈൻ ഒന്നുമല്ല എന്ന് കൃഷ് പറഞ്ഞതിനെ തുടർന്ന് ഗോകുലിന്റെ കയ്യിൽ നിന്ന് സെൻഡ് ചെയ്ത് വാങ്ങിച്ച വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് കൃപ. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ്, ഈ ഡിസൈൻ അവൾ ഡിസൈൻ ചെയ്തതാണോ? അതേന്നേ, ഞാൻ അവളുടെ വീട്ടിൽ പോയിരുന്നു, അവളോട് സംസാരിച്ചിരുന്നു, അവിടുത്തെ ഡിസൈനും കണ്ടിരുന്നു. അവൾ നല്ല കഴിവുള്ള പെൺകുട്ടി തന്നെയാണ്. ഇത് കേട്ടതിനെ തുടർന്ന്, ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? എന്തായാലും നീ ആ വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൂത്രത്തിൽ ആ വീഡിയോ സെൻഡ് ചെയ്ത് വാങ്ങിക്കുകയാണ് കൃഷ് ചെയ്യുന്നത്. ഇതോടെ മാനസയുടെ കള്ളക്കളികൾ പൊളിഞ്ഞു എന്ന് ഉറപ്പിക്കുന്ന കൃഷ് മഹിയെ ഉടൻ തന്നെ ഫോൺ ചെയ്യുകയും മാനസിയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള വീഡിയോ തന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മഹി ഉടൻ തന്നെ സാഗറിനോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന്, ഞാനിതാ അതിനായി പോവുകയായി എന്ന് അറിയിക്കുന്ന കൃഷ് ഇതേ സമയം അച്ഛനെ കാണുന്നതിനായി ഓഫീസിലേക്ക് ഓടിയെത്തുകയാണ്. ഇതേ തുടർന്നാണ് തൻ്റെ കയ്യിലുള്ള വീഡിയോയുടെ രഹസ്യം സാഗറിനോട് കൃഷ് പറയുന്നതും മാനസയുടെ ചതികൾ പൊളിക്കുന്നതും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.